മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഏതാണ്ട് ഹിജ്റയുടെ 6-ാമത്തെ വർഷത്തിന്റെ അവസാനവും 7-ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ ജീവിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് അദ്ദേഹം എഴുതി വെച്ച ഒരു സംഭവം കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അയാളോട് വഴി തെറ്റിപ്പോയി. തനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് അങ്ങകലെ നിന്ന് ഒരു വെളിച്ചം അയാൾ കാണുന്നു. ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അയാൾ പോയപ്പോ അയാൾ എത്തിപ്പെട്ടത് തകർന്ന് വീഴാറായ ഒരു ടെന്റിലാണ്. ആ ടെന്റില് ഒരു മനുഷ്യൻ, അയാളെ കൈ രണ്ടും അയാൾക്കില്ല, അന്ധനാണ് അയാൾ. അങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് ആ ടെന്റിൽ കാണാൻ കഴിയും. പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത, ഭക്ഷണം തന്റെ മുന്നിൽ ആരെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുത്താൽ അതെടുത്ത് കഴിക്കാൻ സാധ്യമല്ലാത്ത ഒരു മനുഷ്യനെയാണ് അദ്ദേഹം കാണുന്നത്. ആ മനുഷ്യനെ കണ്ടത് മാത്രമല്ല, ആ മനുഷ്യന്റെ നാവിൽ നിന്ന്, ചുണ്ടിൽ നിന്ന് പുറത്തു വരുന്നൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. എന്നെ പരിഗണിക്കുകയും എന്നെ ആദരിക്കുകയും ചെയ്തിട്ടുള്ള എന്റെ റബ്ബ് അല്ലാഹു എത്ര സ്തുത്യർഹനാണ് എന്ന് അദ്ദേഹം അല്ലാഹുവിനെ ഇങ്ങനെ ഹംദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ആഗതന്റെ ഒരു ചോദ്യം, എന്താണ് ഇതിന്റെ രഹസ്യം? നിങ്ങള് രണ്ട് കൈ നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് രണ്ട് കാലില്ല, നിങ്ങൾ അന്ധനാണ്, നിങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത അത്രയും പ്രയാസത്തിലാണ് നിങ്ങളുള്ളത്, നിങ്ങൾ തളർന്ന് കിടക്കുകയാണ്, എന്നിട്ടും ആ അല്ലാഹുവിനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ സ്തുതിക്കുന്നതിന്റെ രഹസ്യം എന്ത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു, എനിക്ക് അല്ലാഹു തആല നിങ്ങൾ ഈ പറഞ്ഞതൊന്നും തന്നിട്ടില്ല, പക്ഷേ എന്റെ റബ്ബ് എനിക്ക് തന്നൊരു കാര്യമുണ്ട്, ബുദ്ധി എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, സംസാരിക്കാനുള്ള കഴിവ് എന്റെ പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു അനുഗ്രഹം തന്ന എന്റെ അനുഗ്രഹദാതാവായ എന്റെ പടച്ചതമ്പുരാനെ ഞാൻ സ്തുതിക്കണ്ടയോ, ഞാൻ അവനെ ഹംദ് ചെയ്യണ്ടയോ എന്ന് ചോദിച്ചപ്പോ ആഗതൻ ആ ചോദ്യത്തിന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെട്ട അദ്ദേഹം ഒരുപാട് ചിന്തിച്ചൊരു രംഗത്തെ പറ്റിയിട്ട് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആലയുടെ ഒരു ചോദ്യം, അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പകരമായി കൊണ്ട്, അല്ലാഹു ചെയ്തു തന്ന നിഅമത്തിന് പകരമായി കൊണ്ട് ആ നിഅമത്തിനെ നിഷേധിക്കുന്ന ചില ആൾക്കാരെ നീ കാണുന്നില്ലയോ എന്ന് മക്കക്കാരെ പ്രതിവാദിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ അത് മക്കക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അല്ലാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകൾ നമ്മൾ നിഷേധിക്കുമ്പോൾ, അതിന് പടച്ചവൻ ശുക്ർ ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകും എന്ന് നമ്മൾ ആലോചിക്കണം. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ആ ടെന്റിലുള്ള ആ മനുഷ്യനെ പോലെയല്ലേ നമ്മളാകേണ്ടത്? നേരെ മറിച്ചുകൊണ്ട് ആ മുഖത്തിൽ ഞാൻ ഓതി വെച്ച ഇന്നൽ ഇൻസാന ലവലൂമുൻ കഫാർ, മനുഷ്യൻ അക്രമിയാണ്, മനുഷ്യൻ നിഷേധിയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ കൂട്ടത്തിലാണോ നമ്മളാകേണ്ടത്? അല്ലല്ലോ.
അല്ലാഹു തആല നൽകിയ എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അല്ലാഹു അങ്ങ് പിൻവലിക്കാൻ തീരുമാനിച്ചാൽ, ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ട് അത് പുനഃസ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. ഒരു സമരം നടത്തിക്കൊണ്ട് തിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. റബ്ബ് എന്ത് തരുന്നു അത് സ്വീകരിക്കുക, എന്ത് പിൻവലിക്കുന്നു അത് തിരിച്ചു കൊടുക്കുക എന്നതിലപ്പുറം നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അനുഗ്രഹങ്ങളും അനുഭൂതികളും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജിയതി നിഖ്മതിക വജമീഇ സഹതിക. അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു. മിൻ സവാലി നിഅമതിക, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്. നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്നോട് ഞാൻ പറയുന്നു. നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു. മറ്റൊന്ന് വതഹവ്വുലി ആഫിയതിക, ആരോഗ്യം എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ ആരോഗ്യം ശയിച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. വഫുജിയതി നിഖ്മതിക, പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങള്, അതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. അതുപോലെ തന്നെ വജമീഇ സഹതിക, എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കേണ്ടവരല്ലേ നമ്മൾ? അറബിയിലല്ലെങ്കിലും മലയാളത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്. അറബിയിൽ എല്ലാവർക്കും അത് ചോദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, നമ്മൾ ചോദിക്കണം. മഹാനായ റിഫാഅത്തുൽ ജുഹ്നി എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം പറയാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുത്ബയ്ക്ക് വേണ്ടിയിട്ട് മിമ്പറിൽ കയറിയിട്ട് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു പെട്ടെന്ന് അദ്ദേഹം അങ്ങ് പൊട്ടിക്കരഞ്ഞു. ഇത് ഈ കരച്ചിലിനെ സംബന്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഓർത്തുപോകുന്നു, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു. അതോർത്ത് എന്നോട് കരഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, സല്ലല്ലാഹുൽ അഫ്വ വൽ ആഫിയ, നിങ്ങളെ അഫുവിന് വേണ്ടിയിട്ടും വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ടും വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ വേണ്ടിയിട്ട്, പൊറുതു തരാൻ വേണ്ടിയിട്ട്, അതുപോലെ ആഫിയത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ആഫിയത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന മുതിർന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കസേരയിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ചില ആഫിയത്തുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഇരിക്കുന്നത്. എന്ന് പതിഞ്ഞിരിക്കുന്ന ഒരു പ്രയാസവുമില്ലാത്ത ആൾക്കാർ നാളെ അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള ജീവിതമാണ് നമുക്കുള്ളത്. നമ്മൾ തിരിച്ചറിയണത്, ആഫിയത്തില്ലാത്തവർക്ക് അല്ലാഹു തആല ആഫിയത്ത് തിരിച്ചു നൽകുമാറാകട്ടെ. ആഫിയത്തുള്ളവരുടെ ആഫിയത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, നമ്മളെ ഒരുപാട് ടൂറെല്ലാം പോകുന്ന ആൾക്കാരാണ്, ഫാമിലി സഹിതം. നമ്മളെ കുട്ടികളെയും നമ്മളെ കുടുംബത്തെയും കൂട്ടിയിട്ട് നമ്മളൊരു യാത്ര ചെയ്യട്ടെ, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ കൂടിയിട്ട്. അവിടെ കൈയില്ലാത്ത കാലില്ലാത്ത മാരകമായ രോഗങ്ങൾ കടിച്ച് ഇറക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഇന്നലെ രാത്രി കുറച്ച് സമയം ചുമച്ചുകൊണ്ട് അസ്വസ്ഥതയുണ്ടായപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു രംഗമുണ്ട്. ഞാനൊരു രോഗിയെ സന്ദർശിക്കാൻ പോയി. ക്യാൻസർ പിടിച്ചിട്ട് ഒരു മുറിക്ക് വെള്ളം കുടിക്കാൻ കഴിയാത്ത ഒരു രോഗിയെ സന്ദർശിച്ചു.
പ്രിയപ്പെട്ടവരെ, ആ രോഗിക്ക് ഓറഞ്ച് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം ഒരിട്ട് കൊടുത്തപ്പോ ആ ഒരു കുറച്ച് വെള്ളം ഉള്ളിലേക്ക് തൊണ്ടയിൽ കൂടി ഇറക്കിയപ്പോ ആ മനുഷ്യൻ ആ ബെഡിൽ നിന്ന് പിടച്ച് കളിച്ച ആ രംഗമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട രംഗം എനിക്ക് ഓർമ്മ വന്നു. അടുത്തുവരെ ഞാനിപ്പോ അല്പം അസ്വസ്ഥനാണ്. പക്ഷേ വേദന കടിച്ചിറക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ സമയത്ത് ഉറക്കം വരാത്ത എത്ര മനുഷ്യരുണ്ടാകും. നമ്മൾ ചിന്തിക്കണ്ടേ അങ്ങനെ? അതൊന്നും നമുക്ക് റബ്ബ് നൽകിയിട്ടില്ലല്ലോ. അവിടെയാണ് നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അല്ലാഹു നൽകിയ നിഅമത്ത് അത് എണ്ണി കണക്കാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഞാൻ അഭിപ്രായം പറയുന്നു, ആ വാക്ക് നമ്മൾ ഫ്രെയിം ചെയ്ത് നമ്മുടെ വീട്ടിൽ എല്ലാവരും കാണുന്നിടത്തത് സ്ഥാപിക്കേണ്ട ഒരു വാക്കാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിന്റെ ഒരു വാക്കാണ്, ഒരു വാഗ്ദത്തമാണത്. അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു ചെയ്ത നിഅമത്തിനെ നമുക്ക് അത് വലുതായി കണ്ട് അതിന് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു സത്യവിശ്വാസി ആകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിന് അങ്ങനെ കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കൂടി ഞാൻ കേൾപ്പിച്ചോട്ടെ. നിഅമത്താനി മഅ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ അധിക ജനങ്ങളും അശ്രദ്ധവാന്മാരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്, ശ്രദ്ധിക്കുന്ന ജനങ്ങൾ. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? റസൂൽ പറഞ്ഞു, അസ്വിഹ, ആരോഗ്യ കാലഘട്ടമാണ്.